ഒരു മെന്റലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ മനസ്സിൽ ഓടിയെത്തുക ഇവന് എന്തെങ്കിലും എടുത്ത് പുറത്തൊരു പഴയ കാമുകി അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, റെഡി അല്ലേ? വൈഫ് ഇവിടെ ഉണ്ടോ? പഠിച്ചോനെ പനിയായി. വൈഫും കുട്ടികളും ഇവിടെ ഉണ്ട്. കുട്ടികളുണ്ടോ? ആ കുട്ടി ഒന്ന് ഞാൻ അവിടെ കണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ. പ്രണയം എന്തായാലും മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. അതാർക്കായാലും മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരാളോട് ഒരു പ്രണയം എന്തായാലും തോന്നിയിട്ടുണ്ടാവും. ആ പ്രണയിച്ച ആളെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചു. റെഡിയല്ലേ? ഇത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു കൈ എടുക്കാൻ പറ്റില്ല. അത് റെഡിയല്ല എല്ലാവരും? ഓക്കെ, അതെ, കുഴപ്പമില്ല. ആ കാമുകിയെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെങ്ങാണ്ടും ഉള്ള ഒരു പ്രണയമാണോ കുറച്ച് പഴക്കമുള്ള ഒരു പ്രണയമാണ് അല്ലേ? ഓക്കെ, ആ വ്യക്തിയെ ഒന്ന് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാം. ആ ഒരു പേര് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ഒന്നിങ്ങനെ റിപ്പീറ്റ് അഗൈൻ. എത്ര ലെറ്റർ ഉണ്ട് എന്നൊന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ്. അയാൾക്കൊരു വിളിപ്പേരുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ഒരു പേര് അല്ലേ? എന്തായാലും ഷോർട്ട് ടൈം ഉണ്ടാവുമല്ലോ. ഓക്കെ, അതൊന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം ജസ്റ്റ്. ഓക്കെ, എന്തായാലും ആ പേരൊന്നിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ആരോടും പറയണ്ട എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അത് നല്ലോണം ഒന്നിങ്ങനെ മനസ്സിൽ ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ ഒന്നിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പേര് ഞാൻ റിവ്യൂ ചെയ്യാണ്. ഒരുപാട് കലാകാരന്മാർ നിന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, എഫ്. ഓക്കെ, രണ്ടാം ലെറ്റർ ഒന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം. പറയണ്ട, ഇമാജിൻ മാത്രം. ഫാരി എന്നാണ്. ഫാരി എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു പേരാണ്. ഇത് ആരാണെന്നുള്ളത് ഇത് ആരാണ് ആള്? ഈ വൈഫ് തന്നെയാണോ? ഓ, ഭാഗ്യം. എന്താ ഇനി വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ.